ഫസ്റ്റ് മീൻ കിട്ടിയിരിക്കുകയാണ്. കോലാൻ. ഞങ്ങളിന്ന് കോലാനാണ് ഞങ്ങളിന്ന് ട്രൈ ചെയ്യുന്നത്. ഉണ്ടോ നല്ല പടക്കിനെ. ഷെഫീഖ് അങ്ങനെ ഒരു ഞണ്ടിനെ പിടിച്ചിരിക്കുന്നു അല്ലേ? അതും ഒരു ആണിനെ ഫസ്റ്റ് ടൈമാണ് ഈ മീൻ നമുക്ക് കിട്ടുന്നത്. ഇതിന്റെ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ കഴിച്ചേ കടിച്ചതിന് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് പറ. 2-3 മണ്ണിര കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു 4 മണി 4:30 അപ്പോൾ ഈ സമയത്ത് രാവിലെ കോർണിഷിൽ ഒരു ഏരിയ ഉണ്ട്, ദോഹ കോർണിഷിൽ ഒരു ഏരിയ ഉണ്ട്. അവിടെ നല്ല മീനൊക്കെ കിട്ടുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ചൂണ്ടൽ അങ്ങനെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു. പിന്നെ മണ്ണിലുണ്ട്, ചെമ്മീനുണ്ട്, വെച്ചിട്ട് പിടിക്കാനുള്ള പരിപാടിയാണ്. പിന്നെ ചൂണ്ട നമ്മൾ വക്കറയിൽ എന്താണ് ഈ ഫിഷ് മാർക്കറ്റിൻ്റെ നമ്മുടെ എന്താണ് സൂക്കിൻ്റെ മുന്നേയായിട്ട് ഒരു 2-3-5 ഷോപ്പുണ്ട്. അവിടെ ഒരു മലയാളി കടയുണ്ട്, ഒരു തമിഴന്മാരുടെ കടയുണ്ട്. ഈ 2 കടയിലും ഏകദേശം സെയിം റേറ്റാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ 3.5 മീറ്ററിൻ്റെ ചൂണ്ട വാങ്ങി 150 റിയാൽ. എന്തായാലും നോക്കാം, മീൻ കിട്ടുമോ നോക്കാം. കുബൂസ് ഇങ്ങനെ കുഴച്ചിട്ട് വിതറണം. അങ്ങനെ വിതറുമ്പോൾ മീനുകൾ തിന്നാൻ വേണ്ടി വരും. ആ സമയത്ത് നമുക്ക് വിട്ട് കഴിഞ്ഞാൽ നല്ല മീനുകൾ കിട്ടും. Yeah? Oh, the piece.
ഇത് നമ്മുടെ ശരി എന്ന മീനിനെ പോലെ ഇരിക്കുമെങ്കിലും ഇത് ശരിയല്ല, കറുത്ത ശരി. ഇത് വേറെ ഒരു കുറുക്കുഫാൻ മറ്റേ വൈറ്റ് കളറാടാ. അത് കുറുക്കുഫാൻ വേറെ. അത് കുറുക്കുഫാൻ. ആ ഇതേതാ? കറുപ്പ്. അതാ ഇതൊരു വെറൈറ്റി സാധനം കേട്ടത്. അങ്ങനെ എത്രാമത്തേടാ? നമ്മൾ ഒരുപാട് മീനെ കിട്ടിയെങ്കിൽ ഇതുപോലത്തെ ഒരു കറുത്ത മീനാധിക്കാണ് കിട്ടുന്നത്. അത് മാത്രമല്ല, ഇതിൻ്റെ മുകളിലൊരു ലൈനൊക്കെ ഉണ്ട്. നല്ല ഒരു വയലറ്റ് കളറാണ് എന്ന് തോന്നുന്നു. നല്ല ഒരു ലൈനൊക്കെ ഉണ്ട്. ബ്യൂട്ടി പാർലറിൽ പോയിട്ട് വന്നു. പൊളിമാസമായിട്ട് ആ കുളത്ത് മറ്റേ കുളത്ത് പൊളിമാസമായി. ഇത് എങ്ങനെ പിടിച്ചു ഷെഫീഖ്? ആദ്യം ഞങ്ങൾ കുളത്തിട്ട് ട്രൈ ചെയ്തു, പക്ഷേ നടക്കുന്നുണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ ചെറിയ കുളത്തിൽ ജസ്റ്റ് ട്രൈ ചെയ്തു, അപ്പോൾ വിജയിച്ചു. ഉഷാറായി. മൂപ്പർ കോലാൻ മാസ്റ്ററാണ്. ഒരു കോലാൻ മാത്രമേ പിടിക്കുള്ളൂ. അതാണ് മൂപ്പർ പ്രത്യേകത. Oh my god! പിടിക്കാൻ നോക്കിയ മീനാണ്. ഷെഫിമോൻ പിടിച്ച നൈസർ ഫിഷ്. ഖത്തറിലെ ഏറ്റവും വില കൂടിയ മീനാണ് നൈസർ ഫിഷ്. ഇതിന്റെ ഇപ്പോൾ ചെറിയ മീനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിന്റെ ഭയങ്കര വലിയ മീനുകളൊക്കെ ഉണ്ട്. നമുക്ക് അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ല. അല്ല ഇത് കുറുക്കുഫാനാണ്. ഇത് പ്രാച്ചിയാണ്. ഇത് പ്രാച്ചി അല്ല, ഇത് കുറുക്കുഫാനാണ്. പ്രാച്ചി, നൈസ് പ്രാച്ചി മാൻ. ഐ ലൈക്ക് ദിസ്. നല്ല മീൻ, നല്ല മീൻ, നല്ല വറുത്ത പേട്ട സാധന വറക്കാൻ. ബർക്കുട നന്നാക്കി ക്ലീൻ ചെയ്തെടുത്തു. മഞ്ഞപ്പൊടി, പൊടിക്ക് മുളക് പൊടി ഇട്. പൊടിക്ക് കുരുമുളക് പൊടി ഇളക്കി. ഇത് കഴിച്ചോ? നല്ല ചെറുതൊന്നും ചെറുതാ വേണ്ട, മറ്റേ ചെറുത്. എങ്ങനെ കഴിച്ചേ? കടിച്ചു തിന്നെ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് പറ. അടിപൊളിയാണോ? ടേസ്റ്റ് ഉണ്ടോ? മുള്ളൊക്കെ അടിച്ച് തിന്നാ അല്ലേ? മുള്ളൊക്കെ തിന്നാ, ചെറിയ മുള്ളല്ലേ, അതൊന്നും കുഴപ്പമില്ല. കടിച്ച് തിന്നാ മതി. അടിപൊളി. ഇതാർക്കത് ഫുള്ള്? പിന്നെ പിന്നെ കണ്ണാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. കറി വയ്ക്കാനുള്ള പരിപാടിയാണ്. മീൻകറിക്ക് വേണ്ട സാധനങ്ങൾ: ഉള്ളി, ഒരു സവോള എടുത്തിട്ടുണ്ട്, ഒരു ടൊമാറ്റോ, പിന്നെ കുറച്ച് ഇഞ്ചി, ഒരു കഷ്ണം വെളുത്തുള്ളി, 6 പീസ്, കുറച്ച് കറിവേപ്പില. ഇതെല്ലാം അരിഞ്ഞ് ഫസ്റ്റ് നമ്മളിത് വഴറ്റി കഴിഞ്ഞിട്ടാണ് മസാല ചേർക്കുന്നത്. മസാലയെല്ലാം അതിനകത്തുള്ള ഗ്രേവിക്കുള്ള സാധനങ്ങൾ ചേർക്കുന്നത്. അപ്പോൾ ഉള്ളിയും ടൊമാറ്റോയും ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് വഴറ്റാൻ തുടങ്ങാം. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ, ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്.
ഇതിലേക്ക് കുറച്ച് കടുകും ഇതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് കുറച്ച് ഉലുവ, ഇതിലേക്ക് കുറച്ച് ഉലുവ ഇടുവാണ്. കടുക് ഉലുവയും പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കറിവേപ്പില വെച്ചിടുവാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതാണ്, ചതച്ചിട്ടില്ല. ചതച്ചുള്ള ഗ്രേവിക്ക് ഭയങ്കര തിക്ക് പോലെ വരും, അത് കാരണം കഷ്ണങ്ങളാക്കിയാണ് ഞങ്ങൾ ഇടാറ്. ഇത് കുടംപുളി വെള്ളത്തിലിട്ടതാണ്. ഒരു 5-6 പീസ് പുളി നേരത്തെ ഒരു 1-2 മണിക്കൂർ മുമ്പ് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാൻ വെച്ചതാണിത്. അത് ഏകദേശം കുതിർന്ന് നന്നായിട്ട് അതിൽ നീരൊക്കെ ഇറങ്ങിയിരിക്കുന്നുണ്ട്. അത് നമ്മൾ മീനിട്ട ശേഷമേ അതിനകത്തേക്ക് ഇടുകയുള്ളൂ. അത് സെപ്പറേറ്റ് മാറ്റി വെച്ചേക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും അത് വെള്ളത്തിലൊന്ന് കലക്കിയിട്ടാണ് ഞാൻ ഒഴിക്കാറ്. കാരണം മുളക് പൊടി ഡയറക്റ്റ് ഇടുമ്പോൾ അത് പെട്ടെന്ന് അത് വങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. വങ്ങിപ്പോകുന്ന വെച്ചാൽ അത് ഒരുമാതിരി പെട്ടെന്ന് ഇച്ചിരി മൂപ്പ് കൂടി പോയാൽ കയ്പ്പ് വരും. അതുകൊണ്ട് അതിൻ്റെ പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഏകദേശം ഒരു 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഞാൻ ചെറിയ ടീസ്പൂണേ ഇടുന്നുള്ളൂ. കാരണം ഞങ്ങൾക്ക് എരിവ് കുറവ് മതിയുണ്ട്. ശരിക്കും ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി ഇട്ടാലേ അത്യാവശ്യം എരിവും കളറും കിട്ടുകയുള്ളൂ. ഞാൻ സാധാരണ മീൻകറിക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർക്കാറുണ്ട്. അത്യാവശ്യം കറിക്ക് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ്. 1 സ്പൂൺ മല്ലിപ്പൊടി. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. അത് ഉള്ളി വഴന്ന് കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഒഴിക്കാനാണ്. സാധാരണ പൊടി മൂപ്പിച്ചെടുക്കാറുണ്ട്, പക്ഷെ അത് തീ ഇത്തിരി കൂടുതലോ എന്തെങ്കിലും ആണെങ്കിൽ പെട്ടെന്ന് പൊടി കരിഞ്ഞു പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ മിക്സ് ചെയ്തിടുമ്പോൾ കറിക്ക് കൊഴുപ്പും വരും. ഇത് ഒരിക്കലും പേടിക്കണ്ട, അത് കരിയെന്നുള്ള പേടി വേണ്ട. ഉള്ളിയും തക്കാളിയും ഒരുവിധം വഴങ്ങിയിട്ടുണ്ട്. ഇത് മതി. ഇത് ഏകദേശം പാകത്തിനായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കിളക്കി വെച്ചിട്ടുള്ള പൊടികൾ അത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ സിമ്മിൽ തന്നെ കിടന്നാൽ മതി. ഇതിൻ്റെ പച്ചച്ചോവ ഒന്ന് പോകാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചത് കുടംപുളിയാണ് യൂസ് ചെയ്യുന്നത്. ബാക്കി പുളി നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. ഒന്ന് തിളച്ച് വരുന്ന വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കറിക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഇപ്പം നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഏകദേശം മീൻ കഷ്ണം നോക്കിയിട്ട് അത് എത്രയാണോ അതിൻ്റെ ഏകദേശം വെള്ളം ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഗ്രേവി എത്ര വേണ്ടതനുസരിച്ച്. പിന്നെ 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അത് കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും കൂടിപ്പോകരുത് ഒത്തിരി. കാരണം നമ്മൾ മീൻ ഒത്തിരി ഇട്ട് വേവിക്കാത്തതുകൊണ്ട് മീൻ ഒത്തിരി വേവില്ലല്ലോ. അതുകൊണ്ട് ഒത്തിരി വേവിച്ച് വറ്റിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുറഞ്ഞു പോയാലും കുഴപ്പമില്ല. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഒഴിക്കാം. തീ എന്നിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് തിള വരാൻ നോക്കുക. ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ നോക്കാം. ഉപ്പ് എത്രയാണെന്ന് നോക്കാം. ഉപ്പ് കുറവാണ്, ഞാൻ ഉപ്പ് വെച്ചിടുന്നുണ്ട്. അപ്പം ഈ ഗ്രേവി നന്നായിട്ട് വെട്ടി തിളച്ച് വരുന്നുണ്ട്. ഇതാണ് പരുവം. ഈ വെട്ടി തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ഈ സമയത്ത് നമ്മൾ ഉപ്പും പുളിയൊക്കെ പാകമാണോ നോക്കുക. എരിവ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ മുളക് പൊടിയും അത് നമുക്ക് ഗ്രേവി മുമ്പേ ആക്കിയ പോലെ കുറച്ച് വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കാം. അത് എല്ലാം നോക്കി കറക്റ്റ് പാകം നോക്കിയിട്ട് ഇനി തിളച്ച് വരുന്ന സമയത്ത് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മീൻ കഷ്ണങ്ങൾ അതിലേക്കിടാം.
മീനിൻ്റെ വെള്ളത്തിൻ്റെ പരുവം എപ്പോഴും മീൻ കഷ്ണങ്ങൾ ഇങ്ങനെ ജസ്റ്റ് മൂടി നിൽക്കണം. അത് അതിൻ്റെ മീതെ ഒത്തും പല കഷ്ണങ്ങൾ ഇത്തിരി ഇങ്ങനെ കാണണം. എന്നാൽ ഒരു ഹാഫ് മുങ്ങി നിൽക്കുകയും വേണം. അങ്ങനെ ഒരു പരുവത്തിൽ നമ്മൾ അടച്ച് വയ്ക്കണം. ഇനിയും ഇത് ഫ്ലെയിം സിമ്മിലിട്ടിട്ട് നന്നായിട്ട് തിളച്ചൊന്ന് കുറുകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. വെന്ത് കഴിയുമ്പോൾ ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പോൾ ഇത് ഏകദേശം കറക്റ്റ് പാകമാകും. ഓക്കെ, അപ്പം നമുക്കിനി വെയിറ്റ് ചെയ്യാം ഇത് വേകാൻ വേണ്ടി. നമ്മുടെ കറി ഇപ്പോൾ ഏകദേശം 10 മിനിറ്റായി. ഇപ്പോൾ വെള്ളം മുമ്പ് ഒഴിച്ച പോലെ അല്ലല്ലോ. ഇപ്പോൾ ഇത് വെള്ളം മീൻ കഷ്ണത്തിൻ്റെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റായി. അപ്പോൾ ആ വെള്ളത്തിൽ ഒഴിക്കേണ്ട പാകം അത്രയാണ്. നമ്മൾ മീൻ കഷ്ണം ഒരു ഹാഫ് മുങ്ങി നിൽക്കുന്ന ഭാഗത്തിൽ നമ്മൾ വെള്ളം ഒഴിക്കാവുള്ളൂ. പിന്നെ തിളച്ച് കഴിയുമ്പം കഷ്ണത്തിൽ നിന്ന് വെള്ളം ഇറങ്ങും. ഇപ്പോൾ കറക്റ്റായി. ഇനി ഏകദേശം വെന്തിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് ഗ്രേവി ഒന്ന് തിക്കാവാൻ വേണ്ടി ഒരു 5-10 മിനിറ്റും കൂടെ സിമ്മിലിട്ട് വേവിക്കാം. നമ്മുടെ ഫിഷ് കറി ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊന്ന് ഒരു മിനിറ്റ് നേരത്തേക്ക് ഫുൾ ഫ്ലെയിമിൽ ഇടുന്നുണ്ട്. കാരണം അതിൻ്റെ മുകളിൽ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരാൻ. അപ്പം നല്ലൊരു കളറും ഒരു ഭംഗി കിട്ടും. നമ്മൾ ജസ്റ്റ് അതിൻ്റെ ലാസ്റ്റിൽ ഒരു മിനിറ്റ് ഒന്ന് ഫുൾ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് ഓഫ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒരു സ്പൂൺ ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് തൂകിയിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചാൽ മീൻ കറിക്ക് നല്ല സ്മെല്ലും നല്ല ടേസ്റ്റുമായിരിക്കും. ഞാനിപ്പോൾ എണ്ണ ഒഴിക്കുന്നില്ല. അങ്ങനെ കപ്പ മീൻ റെഡി ആയിട്ടുണ്ട്. മുളകിട്ട മീൻ കറി. അപ്പോൾ നമ്മളിത് പിടിച്ച മീനാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ തന്നെ പിടിച്ചു, നമ്മൾ തന്നെ അത് നന്നാക്കി നമ്മൾ കറി വെച്ചു. അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മൾ കഴിക്കുകയും ചെയ്യുന്നു. അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ഒരു ലെവലാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, ഉണ്ട് അടിപൊളി, സൂപ്പർ. മുളകിട്ട മീൻകറിയും കപ്പ പുഴുങ്ങിയതും ബെസ്റ്റ് കോമ്പിനേഷൻ. കൂടെ കട്ടൻ കാപ്പി ഉണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്ക് എങ്ങനെയുണ്ട്. മീൻ നോക്ക് എങ്ങനെയുണ്ട്. മീൻ മുള്ളൊന്നും ഇല്ലാത്ത മീനാണ്. മുള്ളില്ലല്ലോ. സൂപ്പർ. അടിപൊളി മീനാണ്. സൂപ്പറായിട്ടുണ്ട്. എരിവ് ഇത്തിരി കുറവാണ്. നമ്മൾ കുറവ് മുളക് പൊടിയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എരിവ് നമുക്ക് വേണ്ടാത്തതുകൊണ്ടാണ് പിള്ളേർക്കൂടെ കൊടുക്കേണ്ട കാരണം. പക്ഷെ സൂപ്പറായിട്ടുണ്ട്. ഇത് കോലാൻ മീനാണ്. അത് മുള്ളുണ്ടാവും എന്നാണ് വിചാരിച്ചത്. മുള്ളില്ല.